ഇന്ന് നമുക്ക് ചക്കയും കൊണ്ട് എങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഇത് മുഴുവൻ ചക്ക വേണ്ട കേട്ടോ. കുറച്ച് ചക്ക എടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ട്, നന്നായിട്ട് അരയേണ്ട, കുറച്ച് ചെറുതായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പകുതി അരവ് വരുന്ന പോലെ അരച്ചെടുക്കാം. ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് നമുക്ക് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കൊരു 6 റസ്കും കൂടി പൊടിച്ചെടുക്കാം. നമ്മൾ ചക്ക അരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതും കൂടി ഇതിനകത്തേക്ക് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന റസ്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടും കൂടി ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ തിരുമ്മി വെച്ചു. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു 5 റസ്കും കൂടി എടുത്ത് പൊടിച്ചെടുക്കണം. ഒരു 4 മുട്ട ഉടച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ നമ്മൾ തിരുമ്മി വെച്ചത് ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് നിന്ന് ഓരോ ഉരുളയും എടുത്ത് നമ്മൾ ഇതുപോലെ സ്പൂണിനകത്ത് വെച്ച് ഇതുപോലെ സ്പൂണിൻ്റെ ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഈ മുട്ട അടിച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ഈ റസ്ക് പൊടിക്കകത്തും കൊണ്ട് തിരുമ്മി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേശ്ശെ വറുത്ത് കോരിയെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കണം, പൊടിഞ്ഞു പോകാതെ. ഇങ്ങനെ പകുതി വേഗമായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാണ്. 2 വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാണ്. വളരെ സ്വാദിഷ്ടമാണ്. ചക്ക കൊണ്ടുള്ള കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാണല്ലോ.